ഓക്കെ എൻ്റെ മക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ 12th ചാപ്റ്ററാണ് എടുക്കുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഓവർ ഹെഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് അവിടെ വെച്ചൊന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. അതായത് അത് നമ്മൾ ലൈവ് ക്ലാസ് വരുന്ന ദിവസം നമുക്ക് പ്രോബ്ലം ചാപ്റ്റേഴ്സ് എടുത്ത് പോവാം. ഈ ലൈവ് ക്ലാസ് ഇല്ലാത്ത ദിവസം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറച്ച് ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, അത് നമുക്കൊന്ന് എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം വേഗം പോർഷൻസ് തീർക്കാമല്ലോ. ജസ്റ്റ് ഒരു ചെറിയ ചാപ്റ്ററാണ്, ഒരു 4-5 പേജേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് കേട്ടിട്ട് പിന്നെ ഞാൻ ലൈവിൽ വരുന്ന സമയത്ത് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ എടുക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് കോസ്റ്റ് കൺട്രോൾ. നമുക്കറിയാം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എന്ത്? കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഫോർ ദ പേർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് പ്ലാൻഡ് കോസ്റ്റ്. കോസ്റ്റ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കോസ്റ്റിംഗ് ആണെന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരു കോസ്റ്റ്, ഒരു പെർട്ടിക്കുലർ കോസ്റ്റ്, നമുക്ക് കോസ്റ്റ് പറഞ്ഞാൽ എന്താ? ചിലവ്. ആ ചിലവ് നമുക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് വെക്കുന്ന ഒരു കോസ്റ്റിനെയാണ് എന്ത് പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താ? ഈസ് വൺ ഓഫ് ദ വേസ് ടു പ്ലാനിങ് കോസ്റ്റ്. അതായത് നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. നമ്മളിപ്പോൾ ഒരു പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയും. ദെൻ ഇറ്റ് ഈസ് എൻ എഫക്റ്റീവ് ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടെക്നിക്കുമാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇനി അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും പറയുന്നുണ്ട്. എ സ്റ്റാൻഡേർഡ് ഈസ് എ നോം ഓർ ക്രൈറ്റീരിയൻ വിച്ച് കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ്. നമുക്കറിയാം, സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂറായിട്ട് വെക്കുന്ന നമുക്കൊരു ചിലവ് വരുന്നതിന് മുമ്പ് നമ്മളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വെക്കുന്ന ഒന്നാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇതൊരു ക്രൈറ്റീരിയ ആണ്. നമുക്ക് കമ്പാരിസൺ നടത്താൻ, പെട്ടെന്ന് താരതമ്യം ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ കൂടിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ according to E.L. Kohler, standard is a desired attainable objective. Standard is a desired attainable objective, a performance, a goal, model. In short, standard is a predetermined estimate of quantities. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്, പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാണ്, മുൻകൂട്ടി തീരുമാനിച്ച് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാണ്. എത്ര ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക, എത്രയാണ് അവിടെ നമുക്ക് വരുന്ന സർട്ടൈൻ എമൗണ്ട് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂറായിട്ട് തീരുമാനിക്കുന്നതിനെയാണ് എന്ത് പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയും. ദെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് കോസ്റ്റ് ഫോർ പ്രൊഡ്യൂസിങ് 1 യൂണിറ്റ്. A standard cost is a target cost which should be attained. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടാർഗറ്റ് കോസ്റ്റ് കൂടിയാണ്, നമുക്ക് അറ്റൈൻ ചെയ്യാനുള്ള, അതായത് നമ്മൾ ഏത് വരെയാണ് അറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കാനുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കോസ്റ്റും കൂടിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. കാരണം നമ്മളിപ്പോൾ മുൻകൂറായിട്ടൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തു, ആ സ്റ്റാൻഡേർഡിന് ഈക്വലായിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? പെർഫോം ചെയ്യുക. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് അറിയാനുള്ള മീൻസ് ഈ ടാർഗറ്റ് കോസ്റ്റ് അറിയാനുള്ള ഒന്നും കൂടിയാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ദെൻ CAMA ലണ്ടൻ്റെ ഡെഫിനേഷൻ പറയുന്നുണ്ട്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആസ് പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് based on a technical estimate for material, labor and overhead for a selected period of time and for a prescribed set of working condition. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റാണ്. നമ്മളിപ്പോൾ നമ്മുടെ കമ്പനിയിൽ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ, ലേബറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ, ഓവർ ഹെഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഒരു സർട്ടൈൻ പീരീഡിലോട്ട് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന കുറച്ച് കോസ്റ്റാണ്. നമ്മുടെ വർക്കിംഗ് കണ്ടീഷനൊക്കെ നോക്കിക്കൊണ്ട് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് മുൻകൂട്ടി തീരുമാനിക്കുന്ന കുറച്ച് ചിലവ്, മെറ്റീരിയലും ലേബറും ഓവർ ഹെഡും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ചിലവിനെയാണ് നമ്മൾ എന്താ പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയും. ഇനി സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താ നോക്കൂ. വെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ യൂസ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ, ദ ടെക്നിക് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്താ? നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രീ ഡിറ്റർമൈൻഡ് കോസ്റ്റ് വിച്ച് ഹെൽപ്സ് ടു റെഡ്യൂസ് ദി കോസ്റ്റ്. ദെൻ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട്
കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ആ ടെക്നിക്കിനെ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് അസൈൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കണ്ടുപിടിക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Then it is the preparation of standard cost and applying them to measure variations from standard cost and analyzing causes or variations with a view to maintain maximum efficiency. എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കത് ഈസി ആയിട്ട് വാരിയേഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ മുൻകൂട്ടി നമ്മളൊരു എമൗണ്ട് തീരുമാനിച്ചു, ആക്ച്വലി നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള വാരിയേഷൻസ് നമുക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റും. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് വന്നിട്ടുള്ള വാരിയൻസസ് അവിടെ അറിയാൻ പറ്റും. സോ അതാണ് അവിടെ പറയണത്. ദെൻ വാരിയേഷൻസ് അറിയാനും പറ്റും, മാക്സിമം എഫിഷ്യൻസി നമുക്കവിടെ വർക്കേഴ്സിന് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. സോ ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓക്കേടാ മക്കളെ, അപ്പോൾ ഈ ഡിഫറൻസ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ, അത് നോക്കണേ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഫസ്റ്റ് പോയിന്റ് എന്താ? ബഡ്ജറ്ററി കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ഓൾ ടൈപ്പ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ്, ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റയർ കമ്പനീനെ അല്ലെങ്കിൽ ഒരു എൻ്റയർ ബിസിനസ് ആക്ടിവിറ്റീസിനെ ഫുള്ളായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്ന ഒന്നാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ്, അവിടെ മാത്രമേ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുള്ളൂ. കോസ്റ്റിംഗ് അതായത് പ്രൊഡക്ഷന് അതിൻ്റെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുള്ളൂ. ബഡ്ജറ്ററി കൺട്രോൾ അങ്ങനെയല്ല, എൻ്റയർ ബിസിനസ് ആക്ടിവിറ്റീസ് നമ്മൾ യൂസ് ചെയ്യും. ദെൻ ബഡ്ജറ്ററി കൺട്രോൾ ഈസ് മോർ എക്സ്റ്റെൻസീവ് വൈൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് മോർ ഇൻറ്റൻസീവ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ വലിയൊരു വൈഡായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മോർ ഇൻറ്റൻസീവ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ദെൻ ബഡ്ജറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്കറിയാം ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക എന്തിൻ്റെ ബേസിലാണ്? പാസ്റ്റ് എക്സ്പീരിയൻസ്. മുൻകൂട്ടി മുന്നേ നമുക്ക് എത്രയൊക്കെയാണ് അവിടെ എക്സ്പീരിയൻസ്, എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, എത്ര കോസ്റ്റ് നമുക്ക് വന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് മേക്ക് ചെയ്യുക. പക്ഷേ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ടെക്നിക്കൽ എസ്റ്റിമേറ്റ് ആണ്. അതായത് ഇപ്പോൾ നമുക്ക് എത്ര രൂപ ആക്ച്വലി ഇനി വരും, എത്ര രൂപ നമുക്ക് ചിലവാകും, ഇനി എത്ര രൂപ വർക്കേഴ്സിന് കൂലിയായിട്ട് അല്ലെങ്കിൽ വേജോ സാലറി ആയിട്ട് കൊടുക്കണം, ഓവർ ഹെഡിന് എത്ര കൊടുക്കണം എന്നൊക്കെയുള്ള നമ്മൾ ടെക്നിക്കലായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക, മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക. പക്ഷേ ബഡ്ജറ്ററി കൺട്രോൾ അങ്ങനെയല്ല, പ്രീവിയസ് ഇയർ റെക്കോർഡ്സും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് മേക്ക് ചെയ്യുക. ദെൻ തേർഡ് പോയിന്റ് എന്താണ്? ബഡ്ജറ്ററി കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ബട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ട്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ് എന്ത്? ബഡ്ജറ്ററി കൺട്രോൾ. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളതാണ്. ദെൻ ഫോർത്ത് പോയിന്റ്, ബഡ്ജറ്റ്സ് കൺസിഡർ ബോത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. സ്റ്റാൻഡേർഡ് ആർ ഫോർ എക്സ്പെൻഡിച്ചർ ഓൺലി. ബഡ്ജറ്റ് മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻകംസും എക്സ്പെൻഡിച്ചറിനെയും ഒരുപോലെ കൺസിഡർ ചെയ്തിട്ടാണ് ബഡ്ജറ്റ് ഉണ്ടാക്കുക. പക്ഷേ സ്റ്റാൻഡേർഡ്സിൽ അങ്ങനെയല്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പെൻഡിച്ചർ മാത്രമേ നോക്കുന്നുള്ളൂ. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വാരിയൻസ് ആർ അനലൈസ്ഡ് ഇൻ ഡീറ്റെയിൽ ബട്ട് എ ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് വാരിയൻസ് ഇസ് നോട്ട് പോസിബിൾ ഇൻ ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്ററി കൺട്രോളിൽ നമ്മൾ വാരിയൻസ് പറഞ്ഞാൽ എന്താ? വ്യത്യാസം. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നമുക്ക് കറക്റ്റായിട്ട് വ്യത്യാസം അറിയണം. കാരണം നമ്മൾ മുൻകൂറായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആ ഒരു കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുക. സോ ആ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്ത് വാരിയൻസ് അറിഞ്ഞാൽ മാത്രമേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷേ ബഡ്ജറ്ററി കൺട്രോളിൽ നമ്മളോട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസിൻ്റെ ആവശ്യം, അവിടെ ഒരു വാരിയൻസ് ഒന്നും നമുക്ക് അറിയേണ്ട ആവശ്യം വരുന്നില്ല. ദെൻ സിക്സ്ത് പോയിന്റ്, ബഡ്ജറ്റ് ഫിക്സ് മാക്സിമം ലിമിറ്റ് വിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ടാർഗറ്റ്. ബഡ്ജറ്റിൽ നമ്മൾ മാക്സിമം ലിമിറ്റാണ് ഫിക്സ് ചെയ്യുന്നത്, സ്റ്റാൻഡേർഡിൽ ടാർഗറ്റ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. നമ്മളെ ടാർഗറ്റാണ് നമ്മൾ സ്റ്റാൻഡേർഡിലൂടെ ഫിക്സ് ചെയ്യുന്നത്. ദെൻ ദ സ്റ്റാൻഡേർഡ്സ് ആർ എക്സ്പ്രസ് ഇൻ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ വേറസ് ബഡ്ജറ്റ്സ് ആർ ഫോർ സ്പെസിഫിക് പീരീഡ് ആൻഡ് വെർ എക്സ്പ്രസ്ഡ് ഇൻ ടോട്ടൽ. സ്റ്റാൻഡേർഡ്സ് നമ്മൾ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ് സ്റ്റാൻഡേർഡ്സ് കാണിക്കുക. പക്ഷേ ബഡ്ജറ്റ് അങ്ങനെയല്ല, സ്പെസിഫിക് പീരീഡിലോട്ടാണ് നമ്മളത് ബഡ്ജറ്റ് മേക്ക് ചെയ്യാം.
Then budgetary control can be applied in parts. For example, cash, capital expenditure, research and development എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ബഡ്ജറ്ററി കൺട്രോളിന് കാണിക്കുക. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിൽ നമുക്കതിനെ പാർട്ടാക്കിയിട്ട് കാണിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ പാർഷ്യൽ ആപ്ലിക്കേഷൻ ഓരോ ഭാഗങ്ങളായിട്ട് എടുത്തിട്ട് കാണിക്കാൻ പറ്റില്ല. ഫുള്ളായിട്ട് വരുന്നതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വെച്ചിട്ട് ചെയ്യുക. The ninth point, budget control does not require standardization of product, but standard costing requires standardization of product. ബഡ്ജറ്റ് കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡൈസേഷൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് അങ്ങനെയല്ല, പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ദ ലാസ്റ്റ് പോയിൻറ്റ്, ബഡ്ജറ്റ്സ് ആർ ഫോർ എ സ്പെസിഫിക് പീരീഡ്. ദേ ഹാവ് ടു ബി റിവൈസ്ഡ് വെൻ ദ പീരീഡ് ഈസ് ഓവർ. സ്റ്റാൻഡേർഡ്സ് നീഡ് നോട്ട് ടു ബി ചേഞ്ച് അൺടിൽ എസെൻഷ്യൽ കണ്ടീഷൻ ചേഞ്ച്. ബഡ്ജറ്റ് നമ്മൾ ഓരോ സ്പെസിഫിക് പീരീഡിലും എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ സ്റ്റാൻഡേർഡ് അവിടെ ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല. ഇത്രയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബഡ്ജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്. എന്തായാലും നോക്കണേ.